തിരുവനന്തപുരത്ത് ശശി തരൂർ വന്നത് പലപ്പോഴും പറയപ്പെട്ടതുപോലെ കെട്ടിയിറക്ക സ്ഥാനാർത്ഥിയായിട്ടാണ്. ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കുക എന്നുള്ളതാണ് ഒരു എംപിയുടെ പ്രധാനപ്പെട്ട നേട്ടമെങ്കിൽ അതിന് നിങ്ങൾക്ക് ശശി തരൂരിൻ്റെ ഇന്റലക്ട് വേണ്ട. ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം നടക്കുകയാണ് എന്നൊക്കെ ശ്രീ എം വി ഗോവിന്ദൻ പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലാബലം LDF-ഉം UDF-ഉം തമ്മിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം വടകരയാണ്. ഇവിടെയുള്ള കോൺഗ്രസിന് സംഘപരിവാർ മനസ്സുണ്ട് എന്നാണ്. AK ആന്റണിയെ പറ്റി കേരള രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ശൈലജ ടീച്ചറുടെ ക്യാമ്പയിന്റെ ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. TB ചന്ദ്രശേഖരന്റെ വീട്ടിലെ അനുശോചനവുമായിട്ട് എത്ര CPM നേതാക്കന്മാരാ പോയത്? മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവേരിയബിളി അദ്ദേഹം CAA പറ്റി പറയാറുണ്ട്. CAA കേരളത്തിൽ നടപ്പാക്കില്ല, ഒക്കെ നടപ്പാക്കി കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് CPM-ന് വോട്ട് ചെയ്താൽ ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? എന്തായാലും സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ A വിജയരാഘവനോ ഒന്നുമല്ല. നമസ്കാരം, ജനവിധിയിലേക്ക് സ്വാഗതം. ജനവിധിയിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരാണ്. ശ്രീജിത്ത്, സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇപ്പോൾ കഷ്ടിയൊരു രണ്ടാഴ്ച എന്ന് പോലും പറയാൻ വയ്യ, അല്ലേ? അങ്ങനെയാണ്. എന്താണ് ശ്രീജിത്തിൻ്റെ ഒരു വീക്ഷണം? എങ്ങനെയാണ് തുടക്കത്തിൽ ഈ പ്രചാരണം തുടങ്ങിയ സമയത്തൊക്കെ UDF-ന്റെ ഒരു മേൽക്കോയ്മ അതുണ്ടായിരുന്നു, അതിപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല. തുടക്കത്തിൽ പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നിരുന്ന സമയത്ത് എന്തായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ്, ആ ട്രെൻഡിനെ മറികടക്കാനുള്ള ഒരു പ്രചരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പല ഘടകങ്ങളുണ്ടാകും. ഒന്ന്, ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നൊന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണോ അതോ CPM-ന് വോട്ട് ചെയ്തിട്ട് അവർ കോൺഗ്രസിന് പിന്തുണയ്ക്കണോ എന്നുള്ളൊരു ഓപ്ഷനാണ് സത്യത്തിൽ LDF-ഉം UDF-ഉം ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഡയറക്റ്റ് വോട്ട് ചെയ്യുക എന്ന രീതിയിലത്തേക്ക് രമേശിന്റെ കയ്യിൽ കൊടുത്തിട്ട് സുരേഷിന്റെ കയ്യിൽ കൊടുക്കണ്ടല്ലോ, നേരിട്ട് സുരേഷിന് കൊടുക്കാമല്ലോ. അപ്പൊ ആ രീതിയിലത്തേക്ക് ഒരുപക്ഷെ ഇലക്ട്രേറ്റ് ചിന്തിക്കുമെന്നുള്ള ഒരു ധാരണ അവർക്ക് തന്നെ ഉണ്ടാവാം. കാരണം പലപ്പോഴും CPM-ന്റെ പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകൾ ചിലതൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് തന്നെ ചിരി വരുന്നുണ്ട്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മുന്നേറ്റം നടക്കുകയാണ് എന്നൊക്കെ ശ്രീ എം വി ഗോവിന്ദൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ഒരു ചിരി പൊട്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ് എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ മറികടക്കുന്ന, കോൺഗ്രസിനുള്ള ഒരു അപ്പർ ഹാൻഡിനെ മറികടക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം ഒരു സ്ഥലത്തും ഒരുപക്ഷെ LDF-ന് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്, മുഖ്യമന്ത്രിയാവട്ടെ മറ്റ് CPM നേതാക്കളാവട്ടെ പറയുന്നത്, സംസ്ഥാനത്ത് വലിയ തോതിൽ ഇടത് തരംഗമാണ്. പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അത് എന്തർത്ഥത്തിലാണ് അത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, തരംഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അതല്ലേ പറയാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരിടത്തും ചെന്നിട്ട് അല്പം ആത്മവിശ്വാസം, പകുതി ആത്മവിശ്വാസം അങ്ങനെ പ്രകടിപ്പിക്കില്ല. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം ഇവിടെ വരുന്നുണ്ട്, ഞങ്ങൾ 20 സീറ്റുകളിലും ജയിക്കാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ആത്മവിശ്വാസമാണ് പറയുക. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ എം വി ഗോവിന്ദന്റെ തന്നെ പ്രസ്താവന നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബലാബലം LDF-ഉം UDF-ഉം തമ്മിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം വടകരയാണ്. പക്ഷെ വടകരയായിരിക്കും വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ ആദ്യം ജയിക്കുന്ന മണ്ഡലം എന്നാണ് അദ്ദേഹം പറയുക. എങ്ങനെയാണ് ഒരു മണ്ഡലം ആദ്യം ജയിക്കുക, രണ്ടാമത് ജയിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ അത് അവിടെ എത്രത്തോളം വോട്ടുണ്ട്, എത്ര പോളിംഗ് ബൂത്ത് ഉണ്ട്, അത് എണ്ണുന്ന ഓർഡർ എന്താണ്, ഇതൊക്കെ അനുസരിച്ചായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൊണ്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഒന്നാമത് ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നാണ്. അപ്പൊ ആ രീതിയിലത്തേക്കൊരു മെസ്സേജ് ഇലക്ട്രേറ്റിന് കൊടുക്കുകയാണ്, ഞങ്ങൾ നോക്കൂ, ഞങ്ങൾ ജയിക്കാൻ പോകുന്ന പാർട്ടിയാണ്. അപ്പൊ ഇത് കൺവെൻഷനലായിട്ട് ആൾക്കാർക്കുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഒരു UDF-ന്റെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ആ അപ്പർ ഹാൻഡ് ഇവിടെ ഇല്ല. ഇവിടെ ഒരു ശക്തമായ മത്സരമാണ് ഞങ്ങൾ കാഴ്ചവെക്കാൻ പോകുന്നത്. 20 മണ്ഡലങ്ങളിലും ഞങ്ങളാണ് ജയിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി ജനിപ്പിക്കലാണ്. അതിനോടൊപ്പം തന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇവരെല്ലാവരും തന്നെ പറയുമ്പോൾ നിയമസഭയിലോ ലോക്സഭയിലോ ഒരു സാന്നിധ്യവുമില്ലാത്ത BJP-യാണ് എതിർക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള കോൺഗ്രസിന് സംഘപരിവാർ മനസ്സുണ്ട് എന്നാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് മറ്റുള്ള പാർട്ടിയുമായിട്ട് ബന്ധമില്ല, ഞങ്ങൾ എതിർക്കുന്നത് BJP-യാണ് എന്ന് കാണിക്കുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമവുമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ BJP ഇവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. വർഗീയവാദികൾ, ഫാഷിസ്റ്റ്, ഏകാധിപത്യ ഭരണം, ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ എതിർക്കുന്നത് കോൺഗ്രസിനേക്കാൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ സുരേഷിന് നേരിട്ട് കൊടുക്കേണ്ട, രമേശിന്റെ തന്നോളൂ എന്ന് വോട്ടർമാർക്കിടയിൽ ഒരു ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ ഗിമ്മിക്കുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ നടക്കുന്ന തീയതി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇവരാരും തന്നെ അധികം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല മണ്ഡലങ്ങളിലും ഇപ്പോൾ നേരത്തെ ശ്രീതു പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം തന്നെ എടുത്താൽ മനസ്സിലാവും,
പല സ്ഥാനാർത്ഥികളും കൂടുതൽ മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയുമായി ആണ്. ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലയിടത്തും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ BJP എത്തുമെന്നുള്ള ഒരു ഭയം അത് വല്ലാതെ വന്നിട്ടുണ്ട് അല്ലെ ഈ രണ്ടു മുന്നണികൾക്കും. അത് നമുക്ക് ഈ അടുത്തിടെയായിട്ട് നടക്കുന്ന ക്യാമ്പയിൻ കാണാം. തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ UDF ഒരു അപ്പർ ഹാൻഡ് എങ്ങനെ ഉണ്ടായിരുന്നോ ആ അപ്പർ ഹാൻഡ് മാറിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് തന്നെ BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്, ഇവിടുത്തെ ഒരു കാൻഡിഡേറ്റ് പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആകും എന്ന് പറയപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് ഉണ്ടായിരുന്ന മുന്നേറ്റത്തിനെ മറികടക്കാനും മറ്റു രണ്ട് പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രകടമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് BJPയെ പറ്റി പറയുന്ന A+ മണ്ഡലം എന്ന രീതിയിൽ പറയാവുന്ന മണ്ഡലങ്ങൾ. ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഏകദേശം ഉറപ്പായിരുന്നു. തിരുവനന്തപുരത്ത് ആരായിരിക്കും എന്നൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ രാജീവ് ചന്ദ്രശേഖർ വരുന്നു, ക്യാമ്പയിൻ രണ്ടിടത്ത് നടക്കുന്നു. ഇപ്പോഴും ഈ ക്യാമ്പയിനിൽ ഇവരെ മറികടക്കാൻ അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു മുന്നേറ്റം എന്തായിരുന്നോ അതിനെ മറികടന്ന് ഇവർ നിഷ്പ്രഭരാണ് എന്ന് പറയാനായിട്ട് ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വശം. രണ്ട്, ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ എതിരെ പല പല ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് തിരുവനന്തപുരത്തിലെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന ആളാണ് ശശി തരൂർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഒരു എതിർ സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ എതിർ ക്യാമ്പയിനെയോ ഒക്കെ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്ക്, കുറ്റപ്പെടുത്തുന്ന രീതിയിലത്തേക്ക് ഒരു സാധാരണ ടിപ്പിക്കൽ കേരള പൊളിറ്റീഷ്യനായി മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത്തവണ അത് സംഭവിച്ചു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവിടെ പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു, സഭകളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിനെ എതിർക്കുന്നു. വക്കീൽ നോട്ടീസ് അയക്കുന്ന സമയത്ത് പറയുന്നു, രാജീവ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല, രാജീവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, പക്ഷേ എൻ്റെ ഇൻഫർമേഷൻ ഇതാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഒന്ന് പ്ലേറ്റ് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത്, അപ്പോൾ ആ സ്വത്ത് ഇത്രയാണോ അല്ലയോ, കുറച്ച് വെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു. സമാനമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ തൃശ്ശൂരും കണ്ടു. ഇപ്പൊ തൃശ്ശൂര് ലൂർദ് മാതാവിന് കൊടുത്തിരിക്കുന്ന കിരീടത്തിൽ സ്വർണം എത്ര, ചെമ്പെത്ര എന്ന രീതിയിലൊരു ചർച്ച ഞാൻ നോക്കുന്നത് ജനപ്രതിനിധികളാണ്. ഇതൊരു ഡേറ്റിയും ഒരു ഡെബട്ടിയും തമ്മിലുള്ള ബന്ധമാണ്. അതെ, അവിടെ കൗൺസിലർമാര്, പഴയ MLA അനിലക്കര, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ പറയുന്നു. പിന്നെ എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, അതിൽ തന്നെ ഇത് സ്വർണമാണോ ഇല്ലയോ ഇതിനെപ്പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാൻ ആരുടെ കയ്യിലൊന്നുമില്ല. സ്വർണ്ണ കിരീടം ഒരാൾ കൊടുക്കുമ്പോൾ അത് കൊടുത്തു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അടുത്ത തവണ സുരേഷ് ഗോപി തൃശ്ശൂർ വരുന്ന സമയത്ത് ബസ് ഇറങ്ങിയതിന് ശേഷം മുട്ടിലിഴഞ്ഞ് പള്ളിയിൽ പോയി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ പറയുക. അപ്പൊ ഇവരൊക്കെ തന്നെ ഒരു നോ നോൺസെൻസ് ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഒരു ഹാലിളകിയതുപോലെ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നു. പിന്നെ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വരുന്നു. പത്മ അവാർഡിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ റെക്കമെൻഡ് ചെയ്താൽ അനുഗ്രഹിക്കുമോ, അദ്ദേഹത്തിന്റെ വോട്ട് പോലും അവിടെയല്ല, എന്നിട്ടും ആ രീതിയിലത്തേക്കൊക്കെ പറയുന്നു. അപ്പൊ ഇതൊക്കെ പലതും ബാക്ക് ഫെയർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ രീതിയിലുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവിന് കൊടുക്കുന്നത് ആളെന്ന് നോക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശ്വാസികൾക്കൊരു അഭിപ്രായം ഉണ്ടാകും. അതേപോലെ തന്നെ കലാമണ്ഡലം ഗോപി തന്നെ അവസാനം വന്നിട്ട് പറയാണ്, ഞാനാണ് പണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചത് തരപ്പെടുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് എതിരെ വരുന്നു. ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇതൊക്കെ വരും എന്നുള്ളത്. എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് പത്തനംതിട്ടയാണ്. കാരണം പത്തനംതിട്ടയിൽ ശ്രീ അനിൽ ആന്റണിക്കെതിരെ അദ്ദേഹം 25 ലക്ഷം രൂപ വാങ്ങി, അത് വാങ്ങിയതിനെ പറ്റി അദ്ദേഹത്തിന്റെ അച്ഛൻ അറിയാമായിരുന്നു, PJ കുര്യൻ അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വാദങ്ങൾ വരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അച്ഛൻ അറിയാമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ ആലോചിക്കുന്നില്ലേ, ഇത് കാര്യമായി വരുമ്പോൾ ആർക്കെതിരെയാണ് വരിക? ഇനിയിപ്പം ഡിജിറ്റൽ തെളിവുകൾ കൈമാറുമെന്നാണ് പറയുന്നത് എന്തെല്ലാം നന്ദകുമാർ. അങ്ങനെ കൈമാറുകയാണെങ്കിൽ ഒരുപക്ഷെ അനിൽ ആന്റണി കുറ്റക്കാരനാണെന്ന് കരുതുക, നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രഥമ കുറ്റക്കാരൻ? AK ആന്റണി അല്ലേ? അല്ല, അവിടെയാണ് പ്രശ്നം. അതായത് ടു സിൻ ബൈ സൈലൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് കരുതിക്കോളൂ. അതിനെപ്പറ്റി ശ്രീ AK ആന്റണിക്കും അറിയാമെങ്കിൽ AK ആന്റണിയെ പറ്റി കേരള രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആദർശം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും VM സുധീരൻ അല്ലെങ്കിൽ AK ആന്റണി തുടങ്ങിയ ആൾക്കാരെ പറ്റിയാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, വളരെ ഉന്നതമായിട്ടുള്ള ഒരു പൊസിഷൻ രാജ്യത്തിന്റെ ഭരണത്തിലും പാർട്ടിയിലും ഒക്കെ തന്നെ വഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി, മകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ള സമയത്ത് അദ്ദേഹം അതിനെതിരെ കണ്ണടച്ചു എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ അത് കോൺഗ്രസിനെയാണ് കൂടുതൽ ഗുരുതരമായിട്ട് ബാധിക്കുക. രണ്ട്, ശ്രീ അനിൽ ആന്റണി BJPയിലേക്ക് വരുന്ന സമയത്ത് പല കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു സംഭവമുണ്ട്, ഇദ്ദേഹം ആരാണ് AK ആന്റണിയുടെ ലേബലിൽ അറിയപ്പെട്ട ആൾ. അപ്പൊ AK ആന്റണിയുടെ ലേബൽ മാത്രം അറിയപ്പെട്ടു എന്നൊരു ആക്ഷേപം കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ കൊണ്ടു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്, അപ്പൊ അതിനുള്ള ഒരു ഇമേജ് അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ, അതോ
പ്രശസ്തനായ ഒരു ബന്ധുവിന് വേണ്ടിയിട്ടാണോ ഈ പണം വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീണ്ടും വരും. അപ്പൊ ഇന്ന് ഞാൻ യാദൃശികമായിട്ട് കണ്ട ഒരു പ്രസ്താവന ശ്രീ VD സതീശന്റേതാണ്. കോൺഗ്രസ് ആ ആരോപണം ഒന്നും ഏറ്റുപിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് എങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാലും ഈ ഉണ്ട കൊള്ളുന്നത് കോൺഗ്രസിലാണ് എന്നതിനെ പറ്റിയുള്ള ബോധ്യം കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്കുള്ളത് കൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രചരണം, ആ ഒരു അലഗേഷൻ എന്ന രീതിയിലേക്ക് നിൽക്കാനാണ് സാധ്യത. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, പത്തനംതിട്ട പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരുപക്ഷെ ആന്റണി കഴിഞ്ഞ 15 വർഷമായിട്ട് ജയിക്കുന്നു. ഇത്തവണ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ CPM ഒരു പ്രൈം കാൻഡിഡേറ്റ് തന്നെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാനായിട്ട് വരുന്നു. 15 വർഷമൊക്കെ ഒരാൾ ഭരിക്കുക അല്ലെങ്കിൽ ഒരാൾ MP ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷത്ത് ഇപ്പോൾ കഴിഞ്ഞ 2 ടേമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെന്നൊക്കെ ആൾക്കാർക്കറിയാം. അപ്പോൾ ഒരു ആന്റി ഇൻകംബൻസി അദ്ദേഹത്തിനോട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അനിൽ ആന്റണി അവിടെ വരുന്നു. അനിൽ ആന്റണി ഒരുപക്ഷെ വന്നാൽ തന്നെ എറണാകുളത്തായിരിക്കും എന്നൊക്കെ ആദ്യം പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു അപ്രതീക്ഷിത എൻട്രന്റ് ആയിട്ട് അദ്ദേഹം വരികയും അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ മുന്നേറുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കുറേയധികം നമ്മൾ ഉദ്ദേശിക്കാത്ത ഘടകങ്ങളുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭയം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷെ ഇത് ഈ ഭയമൊക്കെ അസ്ഥാനത്തായിരുന്നോ അല്ലയോ എന്നുള്ളതിന് നമ്മൾ കൗണ്ടിംഗ് ഡേ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ CPMന്റെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ പത്തനംതിട്ടയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. ഒട്ടുമിക്ക മണ്ഡലങ്ങളും എടുത്തു നോക്കിയാൽ അവർക്ക് പരമാവധി അവർക്ക് പറ്റുന്ന യോജിച്ച ആളുകളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. അങ്ങനെ പതിവില്ല അല്ലേ CPM. ഇപ്പോൾ വടകരയിൽ ശൈലജ ടീച്ചറായാലും പത്തനംതിട്ടയിലെ ഐസക് ആയാലും ആലത്തൂരിൽ രാധാകൃഷ്ണനായാലും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ പാലക്കാട് വിജയരാഘവൻ അതെ, ഇവിടെ ജോയ് ആറ്റിങ്ങലിൽ. പക്ഷേ ഈ മണ്ഡലങ്ങളിലെല്ലാം വരുന്ന, ആലത്തൂരിലല്ല ഞാൻ പറയുന്നത്, മറ്റു മണ്ഡലങ്ങളിലെല്ലാം എടുത്താൽ, ഇപ്പോൾ ആറ്റിങ്ങൽ എടുത്താലും വടകര എടുത്താലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഡിഫി SFI അങ്ങനെ ആരുടെയെങ്കിലും അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ അവിടെ പുകയുകയാണ്. അത് ആ കാൻഡിഡേറ്റ്സിനെ വല്ലാതെ ബാധിക്കും. അത് ജനവിധിയെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും. അതിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ ആറ്റിങ്ങലിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ അതേപോലെ തന്നെ വടകരയെ പറ്റി പറയുമ്പോൾ പാനൂരുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശൈലജ ടീച്ചറിന്റെ ക്യാമ്പയിന്റെ ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അവിടെ ഇതിനെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ധാരണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് UDFന്റെ ഷാഫി പറമ്പിൽ. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. തെരഞ്ഞെടുപ്പ് സാമഗ്രിയാണോ ബോംബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തിനാണ് നമ്മൾ പറയുന്നത്? ഇവിടെ ജനാധിപത്യത്തിനെ സംരക്ഷിക്കാനായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇടത് ബദലാണ് ശരിയായ ബദൽ. ആ ബദൽ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ വോട്ട് ചെയ്ത് പെട്ടിക്കകത്തിലുള്ള വോട്ടിനെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയുന്നത്, അതോ നിങ്ങൾ വേറെന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉണ്ടയെ പറ്റിയാണോ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ എന്താണ് പ്രസക്തി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എത്ര വലിയ ജനകീയ മുഖമാണ് ശൈലജ ടീച്ചർ എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയാലും ഈ നടന്നിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ. ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ബോംബ് പൊട്ടിയ സമയത്തോ ആരെയെങ്കിലും വെട്ടിക്കൊല്ലുന്ന സമയത്തോ ഏതെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ തീരുമാനപ്രകാരമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അവർക്കതേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം, അവിടെ രക്ഷാപ്രവർത്തനത്തിന് കൂടിയത് എന്ന് പറയുന്ന ആൾക്കാരുടെ സ്വഭാവം, നാട്ടുനടപ്പനുസരിച്ച് ആ വീട്ടിൽ പോയി മരണ വീട്ടിൽ പോയി എന്ന് പറയുന്ന ആൾക്കാരുടെ സ്വഭാവം, ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഒരു രീതിയാണുള്ളത്. ഞാൻ ചോദിക്കുന്നത്, TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നല്ലേ? TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ അനുശോചനവുമായിട്ട് എത്ര CPM നേതാക്കന്മാരാ പോയത്? എന്റെ ഓർമ്മയിൽ VS അച്യുതാനന്ദൻ പോയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയല്ലാതെ അവിടെയും DYFIക്കാരുണ്ടായിരുന്നില്ലേ? അവിടെയും മറ്റു പാർട്ടിക്കാരുണ്ടായിരുന്നില്ലേ? അപ്പൊ അവർക്ക് നാട്ടുനടപ്പനുസരിച്ച് അന്നും ഇത് ചെയ്യാമായിരുന്നു. അപ്പൊ അത് ചെയ്തിട്ടില്ല, ഇതിലത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാമ്പയിനെ തന്നെ വളരെ പിന്നോട്ടടിക്കുന്ന സംഭവമാണ്. ഇതിനെയൊക്കെ മറികടക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് അത് ഈ സമയത്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് അത് ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു സമയത്ത് ഈ മണ്ഡലങ്ങളിലൊക്കെ സംഭവിക്കുന്നു എന്നതിലൊക്കെ തന്നെ ഒരു ദുരൂഹത നമുക്ക് ഒരു ആവറേജ് വോട്ടറെ സംബന്ധിച്ചിടത്തോളം തോന്നും. എന്തായാലും അതൊന്നും തന്നെ CPMന് ഗുണമാവുമെന്ന് തോന്നുന്നില്ല. ഈ വടംവലി പോലെ നമ്മുടെ ശക്തി മാത്രമല്ല എതിരാളിയുടെ ദൗർബല്യവും നമ്മുടെ നേട്ടമാണ് എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ UDF സ്ഥാനാർത്ഥികൾക്ക് വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ന്യൂനപക്ഷങ്ങളുടെ തീരുമാനം എന്താണ്, അതിനെ ഓറിയന്റഡ് ആണല്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്തവണ ഈ 2024 നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ വരാനാണ് സാധ്യത? ആർക്കാണ് അനുകൂലമാവുക ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കൊണ്ട്? ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് UDFന്റെയും LDFന്റെയും അതിശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനുണ്ട്. BJP നോർമലി ആ രീതിയിലല്ല ചെയ്യുക. ക്രിസ്ത്യൻ വോട്ടിനെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള BJPയുടെ ശ്രമമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ സാമാന്യ അർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ്. അപ്പോൾ അത് ആ ഒരു വോട്ടർ കാറ്റഗറിയെ ഒരുപക്ഷെ
ഒരു സംഘടിത വോട്ട് സ്വഭാവമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കാറ്റഗറിയെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് LDFും UDFും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവേരിയബിളി അദ്ദേഹം CAA പറ്റി പറയാറുണ്ട്. CAA കേരളത്തിൽ നടപ്പാക്കില്ല, ഒക്കെ നടപ്പാക്കി കഴിഞ്ഞു. അത് വിജ്ഞാപനം ഇറക്കിയതോടുകൂടി കേരളത്തിലടക്കം എല്ലായിടത്തും നടപ്പാക്കി കഴിഞ്ഞു. എന്നാലും ആ യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിച്ച് അദ്ദേഹം പറയുകയാണ്, ഇവിടെ നടക്കില്ല, ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ, ഇവർ വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ എടുത്ത് മാറ്റും, അപ്പൊ ഭരണഘടന മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷ സംരക്ഷണം ഉണ്ടാവില്ല, ഇവർ ഈ രാമരാജ്യം എന്ന് പറയുന്നത് പോലെ ഇവർ മറ്റു പല കാര്യങ്ങൾ മതചിഹ്നങ്ങളൊക്കെ കൊണ്ടുവരികയാണ്, ഇതിന്റെ ബദൽ എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഈ ഒരു ആത്മവിശ്വാസം ഒരുപക്ഷെ ഇവർക്ക് വരുന്നത് 2021 തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വലിയൊരു വിജയം കൊണ്ടാണ്. ആ സമയത്ത് വളരെ സൈസബിളായിട്ട് ഇവരെല്ലാവരും അവർക്ക് വോട്ട് ചെയ്തതാണ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങളാണെങ്കിലും ഇവിടെ കോൺഗ്രസിനെ പിന്തുണച്ചിരിക്കുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തവണ ആയാലും അതിലെന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകേണ്ടുന്ന സാഹചര്യമല്ല. കാരണം ഇവരുടെ എല്ലാം പ്രതീക്ഷ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ്. ഞാൻ ചോദിക്കുന്നത് CPM-ന് വോട്ട് ചെയ്താൽ ആരായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? എന്തായാലും സീതാറാം യെച്ചൂരിയോ അല്ലെങ്കിൽ A വിജയരാഘവനോ ഒന്നുമല്ല. അവിടെ വരാൻ പോകുന്നതും ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാര്, അത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ള ഒരാൾ. ഈ രീതിയിലുള്ള ഒരു ഇക്വേഷനിലേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റൊരാളിന് വോട്ട് ചെയ്യേണ്ട. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് LDFോ UDFോ പൊതു ശത്രുവല്ല. രാഷ്ട്രീയമായിട്ട് അവരുടെ എതിരാളി BJP ആണ്. അപ്പോൾ BJPയെ പരാജയപ്പെടുത്താൻ ദേശീയ തലത്തിൽ കൂടുതൽ ശക്തി ആർക്കാണ് എന്നത് മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരു രീതി അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് ഇത്തവണയും UDFന് അനുകൂലമായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അത് ഈ LDF മഞ്ഞുകൊള്ളുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ദേശീയ തലത്തിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയായാലും CAA 370 വകുപ്പ് റദ്ദാക്കിയത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ പ്രചരണ വിഷയമാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ പ്രാദേശിക വിഷയങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. പല സ്ഥലത്തും പ്രസംഗമൊക്കെ കേൾക്കുമ്പോഴേ അതിപ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നായാലും LDFിൻ്റെ ഭാഗത്തു നിന്നായാലും ഇത്തരം വിഷയങ്ങളൊന്നും വരുന്നില്ല, പ്രാദേശിക വിഷയങ്ങളിലേക്ക് പോവുകയാണ്. LDF ആണെങ്കിൽ അവരെങ്ങനെയൊക്കെ എന്തൊക്കെ ആണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി അടക്കം ആ ഒരു ബോധ്യപ്പെടുത്തലാണ് നടക്കുന്നത് പ്രാദേശിക വിഷയങ്ങൾ. അതേസമയം ഇവർ ചെയ്ത നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അനിഷ്ട സംഭവങ്ങൾ അതാണ് UDF മുന്നോട്ട് വെക്കുന്നത്. അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നേരത്തെ ഇത്രയും കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രബുദ്ധ മലയാളി എന്ന്. പക്ഷേ ഈ പ്രബുദ്ധത നമുക്ക് രാഷ്ട്രീയമായിട്ടില്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കേരളം ഒന്നാകെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൂടെ നിന്നതാണ്. നേരെ മറിച്ച് രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഈ 2 വർഷത്തോളം അല്ലെങ്കിൽ 20 മാസം ഉണ്ടായിരുന്ന കൊടിയ അനീതിക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ആൾക്കാർ അതേ ഭരണകൂടം വീണ്ടും വരണം എന്ന രീതിയിലേക്ക് വോട്ട് ചെയ്തു. ഇതാണോ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയുകയുള്ളൂ. അതേപോലെ 2019 ഇലക്ഷൻ രാജ്യവ്യാപകമായിട്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുള്ളപ്പോൾ കോൺഗ്രസിന്റെ ഏതാണ്ട് 40 ചില്ലുവാനും MLA-മാരിൽ MP-മാരിൽ ഏതാണ്ട് വലിയൊരു വിഭാഗത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മളാണ്. അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവണതയാണ് അത്. പക്ഷേ ഇലക്ഷൻ വിഷയങ്ങളിൽ പോലും ഇപ്പൊ കടന്നു വരുന്നുണ്ട്. ഒരു രസകരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ CPI-യും CPM-ഉം വെവ്വേറെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. 60 സീറ്റുകളിൽ താഴെ മത്സരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു മാനിഫെസ്റ്റോ ഇറക്കുന്നത് എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 272 സീറ്റ് എന്തായാലും വേണം, എങ്കിൽ മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അത്രയും സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിട്ടും അവരുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് ദേശീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ മാനിഫെസ്റ്റോ ഇറക്കുന്നത്. ഈ മാനിഫെസ്റ്റോ പറയാൻ പറ്റിയ സ്ഥലം ഏതാണ്? പ്രാക്ടിക്കലി കേരളം മാത്രമാണ്, വേറൊരു സ്ഥലത്തുമില്ല. അപ്പൊ CPM ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ പോലും ദേശീയ താല്പര്യത്തിലുള്ള വിഷയങ്ങൾ പോലും അവർ CPM-ന്റെ കേരളത്തിലെ ക്യാമ്പയിനിൽ ഉപയോഗിക്കുന്നില്ല. അവിടെ ഇപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ അത് തന്നില്ലേ, ഞങ്ങൾ ഇത് തന്നില്ലേ, മറ്റവരുടെ ഇതിനെ ഞങ്ങൾ എതിർത്തില്ലേ, ഈ വിഷയത്തിൽ ഞങ്ങൾ കൂടെ നിന്നില്ലേ, ഇത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഗിമ്മിക്കുന്ന രീതിയിലത്തേക്ക് ഇവരിങ്ങനെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയുകയും ഞങ്ങൾ ഇപ്പോഴും ഒരു ദേശീയ പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ വിഷയങ്ങൾ ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ട് പത്രക്കാരുടെ മുന്നിൽ വെച്ച് കാണിക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോഴും പ്രാദേശിക വിഷയങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ തമാശ, പ്രാദേശിക വിഷയങ്ങൾ സംസാരിച്ചാൽ പോലും ഇത്തവണ അത് LDFന് ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് നേട്ടം നിങ്ങൾ പറഞ്ഞാലും സാമ്പത്തികമായിട്ട് കേരളം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നതിനെ പറ്റി എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ തവണ ശമ്പളം വൈകിയതോടുകൂടി കൃത്യമായിട്ട് ആൾക്കാർക്ക് ബോധ്യമായിട്ടുണ്ട്. നേരത്തെ അത് KSRTC-യിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായിരുന്നു, ഗഡുക്കളായിട്ട് ശമ്പളം പോവുക തുടങ്ങിയ കാര്യങ്ങൾ. ഇത്തവണ അത് ഡിലേ ആയിട്ടുണ്ട്. സർക്കാർ എന്ത് ന്യായം പറഞ്ഞാലും എന്താണ് അതിന്റെ കാരണം, മൂലകാരണം എന്നുള്ളത് ആൾക്കാർക്കറിയാം. ഒന്ന്.
രണ്ട്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് അവരെല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് വെൽഫെയർ പെൻഷനുകളും അതേപോലെ തന്നെ എന്താ പറയുക അതും വെൽഫെയർ പെൻഷൻ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുക, അതേപോലെ കിറ്റും ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് പൊതുവിതരണവുമായി ബന്ധപ്പെട്ട കാര്യവും ഒരു ക്ഷേമ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യവും. സർക്കാരിന്റെ ഔദാര്യമാണല്ലേ പറയുന്നത്? ഔദാര്യമാണ്, ഞങ്ങളാണ് കൂട്ടിയത്, കേന്ദ്ര സർക്കാർ 200 രൂപ തരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആ വാദത്തിനെ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ പോലും കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് ഇത് കൊടുക്കുന്നില്ല. ഇപ്പൊ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് 2 ഗഡു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നും ഏറ്റവും അവസാനമുള്ള 2 ഗഡുവാണെന്ന്. അങ്ങനെയല്ല. കഴിഞ്ഞ 6 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യത്തിൽ ഇടയ്ക്ക് 1 മാസത്തേത് കൊടുത്തു, ഇപ്പൊ 2 മാസത്തേത് കൊടുത്തു. എന്നിട്ട് കോടതിയിൽ പോയി പറയുകയാണ് ഇത് ഒരുത്തന്റെ അവകാശമല്ല, ഞങ്ങൾ കൊടുക്കുന്നതാണ്, ഏത് സമയത്ത് എത്ര തുക കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. നേരെ മറിച്ച് എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? ഇത് കൊടുക്കാനായിട്ട് കേന്ദ്രം ഞങ്ങളെ അനുവദിക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണെന്ന് ആൾക്കാരോട് പറയുകയും കോടതിയിൽ ചെന്നിട്ട് ഇത് ഒരുത്തന്റെ അവകാശമല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം. കാരണം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടർമാർക്ക് ഇതിനെപ്പറ്റി അറിയാം. 2, കിറ്റിന്റെ കാര്യം പറഞ്ഞല്ലേ, സപ്ലൈകോയിൽ വില കൂടുന്ന സമയത്ത് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന സ്കീമുണ്ട്, പദ്ധതിയുണ്ട്, പക്ഷെ സാധനങ്ങളില്ല. അപ്പൊ ഇത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സിവിൽ സപ്ലൈസിലൊക്കെ ഇതാണ് അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. ഇത് കൂടാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പൂച്ചട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം, ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം, പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ വിഷയം, ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഈ TP ചന്ദ്രശേഖരൻ കേസിലെ വിധി വരുന്നു, അതിൽ പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നു. അപ്പോൾ അങ്ങനെ നിരവധി വിഷയങ്ങൾ പ്രാദേശികമായിട്ടുള്ളതും നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് CPM-ന് കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് സംഘപരിവാർ മനസ്സാണ്, ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ, കേരളം നമ്പർ 1 ആണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളുടെയും ഓണർഷിപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കാം എന്നതിനപ്പുറത്തേക്ക് റിയലിസ്റ്റിക്കലി ആൾക്കാർ ആരും തന്നെ ഇത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തിരുവനന്തപുരത്തേക്ക് വന്നാൽ 15 വർഷമായല്ലോ തരൂർ 4ാം ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാണ് പോകുന്നത്. നേരത്തെ ശ്രീതു പറഞ്ഞ പോലെ തന്നെ പതിയിൽ നിന്ന് വിപരീതമായി BJP സ്ഥാനാർത്ഥിക്കെതിരെ പല കാര്യങ്ങളും തരൂരിൽ നിന്നൊക്കെ അത് നമ്മൾ പ്രതീക്ഷിച്ചതേ അല്ല. അത് എന്തോ ഒരു ഭയം വന്നിട്ടുണ്ട് തരൂരിന്. എങ്ങനെ കാണുന്നു? എന്തായിരിക്കും തിരുവനന്തപുരത്തിന്റെ ഒരു ജനവിധി? എന്താണ് ഒരു വീക്ഷണം? എങ്ങനെയാണ് ശ്രീതിന്റെ? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നതാണ് ഇത്തവണ കണ്ടത്. സാധാരണ അദ്ദേഹത്തിന് ഒരു പൊളിറ്റീഷ്യൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഇന്റലക്ട്, അദ്ദേഹത്തിന്റെ സംസാര രീതി, ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് പൊതുവിലുള്ള ഒരു പ്രസന്നത, സ്വീകാര്യത ഒക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു പൊളിറ്റീഷ്യൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നൊക്കെയാണ് ആൾക്കാർ കണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ മാത്രമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന അതാണ്. അപ്പൊ കാര്യമായിട്ട് ഒരു ശക്തനായ പ്രതിയോഗി അപ്പുറത്ത് വരുമ്പോൾ അതിൽ ആ ക്യാമ്പ് കുറച്ച് പാനിക്ഡ് ആണ്, ഷേക്കൺ ആണ് എന്നുള്ളത് വ്യക്തമാണ്. 2, തിരുവനന്തപുരത്തെ ജനവിധി എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ശശി തരൂർ വന്നത് പലപ്പോഴും പറയപ്പെട്ടതുപോലെ കെട്ടിയിറക്ക സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ഡൽഹി നായരാണ്, പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ്. സുകുമാരൻ നായർ അടുത്ത നാളും കൂടി പറഞ്ഞു പണ്ടത്തെ അബദ്ധമായിരുന്നു, പണ്ടത്തെ മിസ്റ്റേക്ക് ആയിരുന്നു. അതെ. ഞാൻ പറഞ്ഞത് അന്ന് വരുന്ന സമയത്ത് അദ്ദേഹം ഈ പ്രദേശത്തിലെ ഒരു ഏലിയനാണ്, പുറത്തുനിന്ന് വരുന്ന ഒരാൾ, ഈ പ്രദേശത്തിനെ പറ്റി പ്രത്യേകിച്ച് അറിയാത്ത, ഇവിടുത്തെ ഒരു താമസക്കാരനല്ലാത്ത ഒരു വ്യക്തി, എഡ്യൂക്കേറ്റഡ് ആണ്, നായരാണ്, കാണാൻ കൊള്ളാം, പിന്നെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, വലിയ വിദ്യാഭ്യാസമുണ്ട്, പ്രൊഫഷണലാണ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ ഇമേജ് അപ്പീൽ ചെയ്തിരുന്നത് കോൺഗ്രസ്സുകാർക്കല്ല. കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ശശി തരൂർ എന്തെങ്കിലും സമ്മതനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലപ്പോഴും ശശി തരൂരിനെതിരെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നിരവധി ആൾക്കാരുണ്ട്. ദേശീയ തലത്തിൽ പോലും അദ്ദേഹം അത്ര സ്വീകാര്യനായിട്ടുള്ള ആളല്ല. പിന്നെ അദ്ദേഹത്തിന്റെ കോർ വോട്ട് ബാങ്ക് എവിടെയാണ്? സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനെ ആസ്പയർ ചെയ്യുന്ന ടൈപ്പ് ഒരു വ്യക്തിത്വം, വിശ്വപൗരൻ ഇമേജ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, പുസ്തകങ്ങൾ വാങ്ങും, പുസ്തകങ്ങൾ വായിക്കും, പുസ്തകങ്ങൾ എഴുതും. പക്ഷേ സാധാരണക്കാരന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സാധാരണക്കാരന് തിരുവനന്തപുരം പോലെയുള്ള ഒരു സ്ഥലത്ത് വേണ്ട ചില കാര്യങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളടക്കം സാധാരണക്കാരന് വേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ശശി തരൂർ പാളിയില്ലേ? ശശി തരൂർ തോറ്റില്ലേ? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഈ ഒരു ഇമേജ് വെച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അദ്ദേഹം ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്നുള്ള രീതിയിലല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോ അത് കാണിക്കുന്ന രീതിയിലത്തേക്കോ അദ്ദേഹം വളരുന്നുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മൾ പിന്നീടുള്ള കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് തിരുവനന്തപുരം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ ആൾക്കാരെ നമ്മൾ നോക്കി, ഇപ്പൊ VK ശ്രീകണ്ഠൻ, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി,
ശശി തരൂർ, ഈ 4 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റു 3 പേർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ തരൂരും ചെയ്തിട്ടുള്ളൂ. ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കുക എന്നുള്ളതാണ് ഒരു MP യുടെ പ്രധാനപ്പെട്ട നേട്ടമെങ്കിൽ അതിന് നിങ്ങൾക്ക് ശശി തരൂരിന്റെ ഇന്റലക്ട് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ക്വാളിറ്റിയും വേണ്ട. നേരെ മറിച്ച് അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് മതി, അതിന് ഫണ്ട് കൊടുത്താൽ മതി, അതിന്റെ കാര്യം ചെയ്താൽ മതി. അപ്പൊ തരൂരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യം തിരിച്ചു കൊടുക്കാനായിട്ട് തരൂരിന് കഴിഞ്ഞിട്ടുണ്ടോ, അതിന് മതിയായ സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം മതിയായ സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുമാണ്. ഈ സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ വരിക. രാജീവ് ചന്ദ്രശേഖരനെ അപ്പം ഞാനീ പറഞ്ഞ മറ്റേ പുറത്തുനിന്ന് വന്നിരിക്കുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. കൂടുതലും അപ്പൊളിറ്റിക്കൽ ആൾക്കാരാണ്, ഒരു യങ് എഡ്യൂക്കേറ്റഡ് യൂത്ത്. അപ്പൊ അവർക്കൊക്കെ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെ സംശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാകും, വികസനം ഉണ്ടാകും എന്നൊക്കെ നോക്കിയിട്ട് പൊളിറ്റിക്സിന് അതീതമായി വോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരാവും. രാജീവ് ചന്ദ്രശേഖർ ആരാ? തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളല്ല, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, കാണാൻ കൊള്ളാം, നായരാണ്, പിന്നെ മലയാളം ഈ പറഞ്ഞതുപോലെ മലയാളം സംസാരിക്കും, പിന്നെ വിദ്യാഭ്യാസമുണ്ട്, ടെക്നോക്രാറ്റാണ്, പ്രൊഫഷണലാണ്. ചുരുക്കി പറഞ്ഞാൽ ശശി തരൂർ സ്വീകാര്യനായതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണോ ഈ കാരണങ്ങൾ ഒന്നൊഴിയാതെ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. അപ്പോൾ തരൂരിന് വോട്ട് ചെയ്തിരുന്ന ഒരാൾക്കാര് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കാം, കൊള്ളാവുന്ന ഒരാളാണ് എന്ന് തോന്നിയ ആൾക്കാർക്ക് 15 വർഷം കഴിഞ്ഞതിന് ശേഷം അതേപോലെ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റിനെയാണ് ഇത്തവണ BJP കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഒരു ട്രഡീഷണൽ പൊളിറ്റീഷ്യൻ അല്ല, RSSകാരനായി വന്നിരുന്ന ഒരാളുമല്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ പറയുന്ന S ജയശങ്കറെ പോലെയോ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മൾ ഈ BJPയുടെ ആ രീതിയിൽ നിൽക്കുന്ന കുറെ ഇമേജ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പീയൂഷ് ഗോയലിനെ പോലെയുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്, ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഇമേജ് ഉള്ള ഒരാളെന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരാളിനെയാണ് തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് വോട്ടേഴ്സ് അല്ലേ, അവർക്ക് ചിന്തിക്കേണ്ടുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. കൊള്ളാവുന്ന ഒരാളിനെ തെരഞ്ഞെടുത്ത് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് വിടണോ, കൊള്ളാവുന്ന ഒരാളിനെ തെരഞ്ഞെടുത്ത് മന്ത്രിയാക്കണോ? ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം BJP രണ്ടാമത് ഭരണത്തിൽ വരും എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും സംശയമുണ്ട്. രണ്ടാമതല്ല മൂന്നാമത്. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ MP ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയാണ്. നിലവിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കുന്ന ഒരാളിന് അടുത്ത തവണ ക്യാബിനറ്റ് റാങ്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം തിരുവനന്തപുരത്തുകാർക്ക് മറ്റുള്ള 19 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ടുള്ള ചോയ്സ് ആണ്. നിങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണോ, ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണോ? ശ്രീത്ത് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, ഉറപ്പാണ് അത്. പക്ഷേ തിരുവനന്തപുരത്തിന് ഒരു ന്യൂനപക്ഷമുണ്ട് ഇവിടെ. അവർ എപ്പോഴും എങ്ങനെയാണ് BJP കാണാറുള്ളത് എന്നറിയാം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു ഇടതുപക്ഷവും ഉണ്ട്. പലപ്പോഴും അടിയൊഴുക്കുകൾ വരാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണ്ടേ? എനിക്ക് കൺവെൻഷനലി തോന്നിയിട്ടുള്ളത് ശശി തരൂർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വലിയ സ്വീകാരനല്ല, സംസ്ഥാന തലത്തിലും സ്വീകാരനല്ല. പിന്നെ തിരുവനന്തപുരത്തുകാർക്ക് മാത്രം എന്താണ് അദ്ദേഹത്തിനോട് ഒരു സ്നേഹം. അപ്പൊ ആ സ്നേഹം വരുന്നത് ബേസിക്കലി കോൺഗ്രസ് ഇക്കോ സിസ്റ്റത്തിൽ നിന്നല്ല. കുറെ അധികം ആൾക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ വോട്ട് നാച്ചുറലി ഓർഗാനിക് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചിരിക്കുന്നത് CPMന്റെ പിന്തുണയോടുകൂടിയാണ്. അത് CPM നേരിട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നോ അദ്ദേഹം ചോദിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുശത്രു BJP ആണ്. BJPക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വോട്ടർ ബേസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് BJP ജയിക്കാനുള്ള സാധ്യത ഇവിടെ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിക്കാമെന്നൊരു ചിന്ത ഒരുപക്ഷെ CPMകാർ, പാർട്ടിക്ക് പോലും ഞാൻ പറയുന്നില്ല, CPMകാരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഈ എന്താ പറയുക, പാർട്ടിയിൽ ഇത്ര വലിയ ശക്തനല്ലാത്ത ഒരാൾ ഇവിടെ ജയിച്ചിട്ട് ഉണ്ടെങ്കിൽ അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് CPI സ്ഥാനാർത്ഥിയാണ്. അപ്പൊ CPMന് നേരിട്ട് അക്കൗണ്ടബിലിറ്റി ഇല്ല. പലപ്പോഴും ഇവിടെ കെട്ടിയിറക്ക സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മാത്രമല്ലാതെ പെയ്ഡ് കാൻഡിഡേറ്റ് എന്ന രീതിയിലുള്ള പേര് വന്നിരിക്കുന്ന ആൾക്കാർ വരെ ഇവിടെയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും തന്നെ വളരെ ഗ്രാജുവലായിട്ട് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് കോവളത്ത് A. വിൻസെന്റ് ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചിരിക്കുന്നത് CPM ആണ്. നിയമസഭയിലേക്ക് എല്ലായിടത്തും നല്ല ഭൂരിപക്ഷമുണ്ട്. പക്ഷെ എന്താ ഇത് ലോക്സഭയിൽ കാണാത്ത? ലോക്സഭയിലേക്ക് എന്തുകൊണ്ടാണ് എല്ലാ തവണയും ശശി തരൂർ ജയിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള എല്ലാ ഇടങ്ങളിലും CPMന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ലോക്സഭയിൽ ശശി തരൂരിന് വോട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് CPIയിൽ നിന്ന് ഈ മണ്ഡലം എടുത്തിട്ട് CPM ഇവിടെ മത്സരിക്കാത്തത്? എന്താണ്? അപ്പോൾ CPM വോട്ട് കൃത്യമായിട്ട് പിടിച്ചാൽ, അവരുടെ വോട്ട് അവർ ഉറപ്പിച്ചാൽ ശശി തരൂർ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് BJP സ്ഥാനാർത്ഥിയുടെ സാധ്യത. ഈ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു കാണണം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പയിനിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുമ്പ് വിജയത്തിന് അടുത്തുവരെ ശ്രീ O. രാജഗോപാൽ എത്തിയപ്പോൾ 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തു.
അതെ. 3 മണ്ഡലങ്ങൾ തീരദേശ മണ്ഡലങ്ങളിൽ പിന്നിലേക്ക് പോയി, 3ാം സ്ഥാനത്ത് പോയി. അവിടെ ഒരു ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും അവിടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് അവരുമായി ബന്ധപ്പെട്ട് ട്രഡീഷണലി അല്ലെങ്കിൽ അടുത്ത കാലത്തായിട്ട് ഹാർബറിന്റെ കാര്യം, പോർട്ടിന്റെ കാര്യം, ഇതൊക്കെ വരുന്ന സമയത്ത് ശശി തരൂരിന്റെ ഇൻവോൾവ്മെന്റിന്റെ കാര്യത്തിലും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണോ തട്ട് കിട്ടിയത് ആ തട്ട് കിട്ടിയെടുത്ത് തട്ടുകേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് BJP നോക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ CPM ആൾക്കാരുടെ അല്ലെങ്കിൽ CPM മനസ്സുള്ള ആൾക്കാർ പരമ്പരാഗതമായി CPM-നെ അസംബ്ലിയിലേക്ക് ജയിപ്പിക്കുന്ന ആൾക്കാരുടെ വോട്ട് ഇത്തവണയും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരുപക്ഷെ ശശി തരൂരിനുണ്ടായിരിക്കാം. ഇത് എങ്ങനെ പാൻ ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ A ക്ലാസ് മണ്ഡലങ്ങൾ പറഞ്ഞല്ലോ, BJP-യുടെ തൃശ്ശൂർ, തിരുവനന്തപുരം ഒക്കെ. ഒരു ത്രികോണ മത്സരം ഈ 20 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ത്രികോണ മത്സരം കൃത്യമായിട്ട് പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പല സ്ഥാനാർത്ഥികളെയും എടുത്തു പറയാൻ. അങ്ങനെ ഒന്നുണ്ടോ ശരിക്കും? എനിക്ക് തോന്നുന്നത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ കാരണം 3 സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്വാധീന ശക്തിയുള്ള ആൾക്കാരാണ്. അപ്രതീക്ഷിത ഒരു എൻട്രന്റ് അപ്പോഴും പത്തനംതിട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്തനംതിട്ട BJPക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന ഒരു സീറ്റാണ്. പക്ഷെ BJP അതിനെ ഗ്രാജുവലി ഓർഗാനിക് ആയിട്ട് ഒരുപക്ഷെ വളർത്താനായിട്ട് അധികം ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. ഇപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ശ്രീ K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ആ മുന്നേറ്റത്തിനെ അതേപടി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് അവർക്ക് സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ തവണ ശബരിമല കൂടി നോക്കണം. ശബരിമലയുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ BJP വിചാരിച്ചാൽ ആൾക്കാരുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ശബരിമല അല്ലെങ്കിൽ പത്തനംതിട്ട എന്ന രീതിയിലത്തേക്ക് തെളിയിക്കാനായിട്ട് സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ശോഭാ സുരേന്ദ്രനെ പോലെ K. സുരേന്ദ്രന് പോകുന്നിടത്തുള്ള ഒരു ഫൈറ്ററാണ്. അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് പിടിക്കാറുണ്ട്. അത് പത്തനംതിട്ടയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ ആദ്യം PC ജോർജ് വരും എന്നൊക്കെ പറഞ്ഞു. ഇനിയല്ല അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് വരും എന്ന രീതിയിൽ പറഞ്ഞു. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിത എൻട്രന്റ് ആയിട്ടാണ് ഇദ്ദേഹം വരുന്നത്. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷവും അദ്ദേഹം ഇതുപോലെ കോഴ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം കൊണ്ടുവരുന്ന സമയത്ത് ആരൊക്കെയോ അദ്ദേഹത്തിന്റെ കാൻഡിഡേച്ചറിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ 15 വർഷമായിട്ട് നിൽക്കുന്ന ആന്റോ ആന്റണി ആ മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും കൃത്യമായ മറുപടിയൊന്നുമില്ല. അപ്പൊ അവർ പറയുമായിരിക്കും ഞങ്ങൾ ഇന്നത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ച് ഞാൻ ചോദിച്ചു ഇത് ഏതൊരു MPക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മണ്ഡലത്തിനെ കൈവെള്ളയിൽ എന്ന പോലെ അറിയാൻ പറ്റുന്ന ഒരാളിന്റെ അടുത്ത് നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതാണോ ഒരു ചോദ്യം. അപ്പുറത്ത് തോമസ് ഐസക് എത്രത്തോളം സ്വീകാര്യനാണ് എന്ന കാര്യമൊക്കെ ഡിബേറ്റബിൾ ആണ്. പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളിന് എത്ര ജനപിന്തുണയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംശയകരമാണ്. അപ്പോൾ എതിരാളികളുടെ ദൗർബല്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വടംവലി പോലെ മറ്റൊരാളിന് ഗുണമാകാം എന്നതുകൊണ്ട് 29% വോട്ട് കിട്ടിയിരുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് പത്തനംതിട്ടയും ഇതിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് വോട്ട് ആർക്ക് വീഴും, ഇതര മതവിഭാഗങ്ങൾ 3 പേരും ക്രിസ്ത്യൻസ് ആണ്. അപ്പോൾ ഇതര മതവിഭാഗങ്ങളുടെ വോട്ട് ആർക്ക് വീഴും, ഈ കാര്യം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2019 ഇലക്ഷൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദിശാസൂചകമാണ് എങ്കിൽ 29% വോട്ട് കിട്ടിയിരിക്കുന്ന പത്തനംതിട്ട എഴുതി തള്ളാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ ഈ 20-ൽ പത്തനംതിട്ടയും തൃശ്ശൂരുമാണ് കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ. കാരണം തിരുവനന്തപുരം നമുക്ക് ആദ്യം വേണമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. കാരണം CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ ക്യാമ്പയിൻ മുന്നേറുന്ന സമയത്ത് അദ്ദേഹം ചിത്രത്തിലില്ല. നമ്മൾ കാണുന്നതാണല്ലോ. ഏതായാലും ജനവിധി നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു വിലയിരുത്തലാവും, അക്കാര്യത്തിലൊരു സംശയമില്ല. സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാനും പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ വിഷയങ്ങൾ ഉണ്ടായിട്ടും പ്രാദേശികമായ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു പാർട്ടി പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വോട്ട് ചോദിക്കുന്ന ഒരാളിന് പരാജയം വന്നാൽ പ്രാദേശിക വിഷയങ്ങളുടെ പേരിലുള്ള വിലയിരുത്തലായിട്ടേ ഇതിനെ പറയാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ ഇവിടെ പറയേണ്ടിയിരുന്നത് രാമക്ഷേത്രം അവിടെ വന്നിരിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമം മാത്രമേ ഉള്ളൂ ദേശീയ തലത്തിലുള്ള വിഷയം ഇവരുടെ സംസാരിക്കുന്നു. BJPയുടെ മറ്റേതെങ്കിലും എക്കണോമിക് പോളിസിയുടെ കാര്യത്തിൽ സ്ഥാപനങ്ങൾ വിറ്റുതൊലയ്ക്കുന്നു, അദാനിയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞത് ഇവിടെ കേൾക്കാൻ പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ പ്രാദേശിക വിഷയങ്ങളുടെ പേരിൽ ക്യാമ്പയിൻ നടത്തി അതിന്റെ പേരിൽ കിട്ടുന്നത് ജയം നിങ്ങളുടെ സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്നതുപോലെ തോൽവി കിട്ടിക്കഴിഞ്ഞാൽ ആ തോൽവിയും വിലയിരുത്തൽ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് ഒരു കനത്ത പരാജയമാണ് കിട്ടുന്നത് എങ്കിൽ ഇവർ പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീ MV ഗോവിന്ദന്റെ ഒരു അഭിമുഖം കണ്ടു. അപ്പോൾ അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ 1 സീറ്റായിരുന്നു, ഇത്തവണ 2 സീറ്റായാലും അത് ഇരട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചില എക്സ്ക്യൂസുകൾ അവരുടെ പാളയത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത്
3 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഉത്സവം നടത്താം. അപ്പം ഞാൻ പറയുന്നത് ആ രീതിയിലത്തേക്ക് പറയാനുള്ള ഒരു ന്യായം 1. 2, കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ വളരെ വ്യാപകമായിട്ട് പഴയൊരു മുഖ്യമന്ത്രിയുടെ പ്രസംഗം പ്രചരിക്കുന്നുണ്ട്. ആൾക്കാർ നോക്കുന്ന സമയത്ത് BJPയുടെ ബദലായിട്ട് വരുന്നത് കോൺഗ്രസ് ആണ്, അപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് വിധിയെഴുത്ത് ഇവിടെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയാം, ഇവിടെയുള്ള ആൾക്കാരുടെ എതിർപ്പ് BJPയോടാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള 2 പാർട്ടികൾ നിൽക്കുന്നു. അവരിവിടെ പരസ്പരം എതിർത്താണ് നിൽക്കുന്നത് എങ്കിലും കോൺഗ്രസിൽ നിന്നാണ് ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ എന്നതുകൊണ്ട് ഇവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നിലത്തെ വഴിയിൽ കൂടി ഇറങ്ങി പോകാനുള്ള ഒരു മാർഗം അവരിപ്പോൾ തന്നെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവർക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷേ അന്ന് ഒരുപക്ഷെ വിധി വരുന്ന സമയത്ത് LDFന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടാകുന്നത് എങ്കിൽ അന്ന് ചുരുങ്ങിയത് മാധ്യമപ്രവർത്തകരെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കണം, നിങ്ങൾ പ്രാദേശിക വിഷയങ്ങൾ വെച്ചിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായിട്ടും നേരിട്ടത് എന്നുള്ള ഒരു ചോദ്യമെങ്കിലും ചോദിക്കണം. അതിനുള്ള മറുപടി അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനുമാണ്. തീർച്ചയായും. ഏതായാലും ജൂൺ 4 ആവട്ടെ, ജനവിധി എങ്ങനെയാവും എന്ന് നമുക്ക് നോക്കാം. ഇനിയും ഇപ്പോൾ ദിവസങ്ങളുണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അതിനിടെ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ പല വിഷയങ്ങളും പ്രചരണ രംഗത്തേക്ക് കടന്നു വരാം. അതാണ് നമ്മുടെ അനുഭവങ്ങൾ. നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ.